ഹലോ വെൽക്കം ബാക്ക്. ഇന്നിതാ നമ്മുടെ ഷവർമ്മയില്ല അതിൻ്റെ ഒരു ടേസ്റ്റിൽ ആയിട്ടുള്ള പാനിപ്പൂരിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ അധികം കഫേയിലെല്ലാം ഇപ്പം വാങ്ങാനുണ്ട്. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അതിനായിട്ട് ഇതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മസാലയിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം. പിന്നെ കുറച്ച് സോയാ സോസും കൂടി ആക്കുന്നുണ്ട്. പിന്നെ ഇതാ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്യാം. ഞാനിവിടെ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഒട്ടും ഫ്രൈ ചെയ്യാണ്ട് നമ്മുടെ ഉപ്പും പിന്നെ പെപ്പർ പൗഡർ ഇട്ടിട്ട് വേവിച്ചിട്ട് എടുത്താലും മതി കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഓയിലോ എയർ ഫ്രയറിലോ അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഫ്രൈ ചെയ്താൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതാ നമുക്കൊരു മയോണൈസ് വേണം, അതും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഞാനിവിടെ ഈ പുഴുങ്ങിയ മുട്ട കൊണ്ടാണ് മയോണൈസ് ഉണ്ടാക്കുന്നത്. അപ്പം മയോണൈസിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കുന്നില്ല. ഇത് നല്ല കട്ടിയായിട്ടുള്ള മയോണൈസ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ആ ടൈം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കനും ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ഇതിൽ ഒട്ടും തന്നെ ഓയിലൊന്നും യൂസ് ചെയ്യാണ്ടാണ് കേട്ടോ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതാ അത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതാ ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്യാബേജും പിന്നെ കുറച്ച് സവാളയും പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം നമുക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്യാബേജിന് പകരമായിട്ട് നമ്മൾ ലെക്റ്റ്യൂസ് ഇല്ലേ അതെടുത്താലും മതി. അപ്പോൾ അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ക്യാബേജോ അല്ലെങ്കിൽ ലെക്റ്റ്യൂസോ എടുക്കുക. അപ്പം ഫുള്ളായിട്ട് ഒരു ബൗളിലേക്ക് ആക്കിയിട്ട് ഇതാ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒന്നും അളവ് പറയാത്തത് നിങ്ങൾ എടുക്കുന്ന അതനുസരിച്ചിട്ട് ആക്കാം കേട്ടോ. പിന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ മയോണൈസിലെല്ലാം ഉപ്പിട്ട് കൊടുത്തതാണ്. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മയോണൈസും കൂടി ഇട്ടാക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ഉണ്ടാക്കിയിട്ടുള്ള ഫുള്ള് മയോണൈസും അതിൽ ആക്കിയിട്ടില്ലേ, നമുക്കിത് കുറച്ച് ലാസ്റ്റ് മയോണൈസ് വേണം. ഇതാ നമ്മുടെ ഷവർമ ഷോട്ട്സിൻ്റെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു പൂരിയില്ലേ അത് വേണം. അപ്പോൾ ഞാനിവിടെ ഇതാ ഈ റെഡിമെയ്ഡ് പൂരിയല്ലേ പാനിപ്പൂരി അതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ അധികം സൂപ്പർ മാർക്കറ്റിലും നാട്ടിലും വാങ്ങാനുണ്ട്. ഓൺലൈനായിട്ട് ആമസോണിലും ഇത് വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഞാൻ നോക്കിയപ്പം ആമസോണിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാ നമുക്കത് എയർ ഫ്രയറിൽ ആക്കിയെടുക്കാം. എയർ ഫ്രയർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ പൊരിച്ചെടുത്താലും മതി. ഇത് ഓവനിലും ആക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇതാ എയർ ഫ്രയറിൽ ആക്കി വെക്കുന്നുണ്ട്. ഒട്ടും തന്നെ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 200 ഡിഗ്രി സെൽഷ്യസിൽ 2 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കന്നെ ഇതാ റെഡി ആയിട്ടുണ്ട്. കൂടുതൽ ടൈം വെച്ചാൽ കരിഞ്ഞു പോകും. 2 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതിൽ 200 ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ എയർ ഫ്രയറിൽ മാക്സിമം ടെമ്പറേച്ചർ. അതിൽ ഞാൻ 2 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത്. 2 മിനിറ്റ് കഴിഞ്ഞപ്പം ഓഫ് ആയിട്ടുണ്ട്. ഇതാ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ പൂരി റെഡി ആയിട്ടുണ്ട്. ഇനി കൂടുതൽ ടൈം വെച്ചാൽ ഇത് കരിഞ്ഞു പോവും. അപ്പോൾ 2 മിനിറ്റ് കറക്റ്റാണ്. ഇതാ കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഈ ഒരു പൂരിയിലേക്ക് നമ്മുടെ ഫില്ലിംഗ് ഇല്ലേ അത് നിറച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഇതാ അതിൻ്റെ മേൽഭാഗം ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഷവർമ മിക്സ് അത് ആക്കി കൊടുക്കാം. ഇനി ഇതാ കുറച്ച് തക്കാളി ഇങ്ങനെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സവാളയും ചെറുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ടെടുത്താൽ മതി. അപ്പം ഇവിടെ ഒരു പുളിപ്പും ഇതൊക്കെ ഇഷ്ടമാണ്. പിന്നെ ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അനാറില്ലേ അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ കുറച്ച് മയോണൈസ് ലൂസാക്കിയിട്ടുണ്ട്, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അധികം കട്ടിയിലല്ല, ഒരു നമുക്ക് പാനിപ്പൂരി കഴിക്കുമ്പോൾ ഒരു വെള്ളത്തിൻ്റെ ഒരു ഇതില്ലല്ലോ ഉണ്ടാവാൻ. അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് മയോണൈസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ആക്കി കൊടുക്കാം. ഇതാ നമ്മുടെ ആ ഷവർമ ഷോട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതിപ്പം നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുന്നതാണെങ്കിൽ കുറേ പൈസ കൊടുക്കേണ്ടി വരും. നമ്മുടെ പാനിപ്പൂരിനേക്കാളും കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാം. മയോണൈസൊക്കെ ചേർത്തുകൊണ്ട് ഹെൽത്തി അല്ല, എന്നാൽ നമുക്ക് കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകുമ്പം ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. കഴിച്ചാലും മതിയാവില്ല, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ കാണാനായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.